ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഈവനിങ് വ്ളോഗ് ഉണ്ടല്ലോ. അപ്പോൾ അതാ ഞാൻ നല്ല നെഗറ്റ്സൊക്കെ ഫ്രൈ ആക്കി കൊണ്ടിരിക്കുകയാണ്. ഈ വൈകുന്നേരം ആകുമ്പോൾ ഈ ചായ കുടിച്ചില്ലെങ്കിൽ എന്തോ ഒരു പുറത്തേക്കാണ് കേട്ടോ. പക്ഷെ ചായ കുടിച്ചാലോ ഭയങ്കര ഒരു റിലാക്സേഷനും കിട്ടും. അങ്ങനെ ഞാൻ കുറച്ച് നഗറ്റ്സും ഫ്രൈ ആക്കി, പിന്നെ മക്കൾക്ക് കുറച്ച് ബിസ്ക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അടുത്തതാണ് എൻ്റെ മെയിനായിട്ടുള്ള ചായ. അപ്പം ഞാൻ ആദ്യമൊക്കെ ഞാൻ ചായ ഉണ്ടാക്കുമ്പോൾ അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവലില്ല കേട്ടോ. കട്ടൻ ചായൻ്റെ അവസ്ഥ എനിക്കറിയില്ല, കാരണം ഞാനത് കുടിക്കാത്തതിനോട് അതെനിക്കറിയില്ല. പക്ഷേ പാൽ ചായ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് എൻ്റെ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് ആ ചായയൊക്കെ റെഡി ആയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ദം ബിരിയാണി ഉണ്ടാക്കാനുള്ളൊരു പ്ലാൻ ഉണ്ട് കേട്ടോ നൈറ്റ്. പക്ഷേ ആ പ്ലാനൊക്കെ ഫ്ലോപ്പായി, കാരണം അത്യാവശ്യം നല്ലപോലെ ലേറ്റായി പോയി. അതുകൊണ്ട് പിന്നെ നമ്മളൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അതും ചെറുതായിട്ടൊന്ന് പാളിയെന്ന് വിചാരിച്ചിട്ടുണ്ടേനു, കാരണം ആളിന്ന് ഓഫീസിൽ നിന്ന് വരുമ്പോൾ നല്ല നാടൻ കോഴി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ബിരിയാണിയും ഉണ്ടാക്കുക, പിന്നെ കുറച്ച് ഫ്രൈ ആക്കുകയും ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് ഈ നാടൻ കോഴിയും ബ്രോയിലർ കോഴിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയില്ലേനു. അപ്പം ഞാൻ നോർമലി ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റി ജസ്റ്റ് എന്താ പറയുക ചിക്കനിട്ട്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ അരി ഇട്ടിട്ട് ഒരൊറ്റ വിസിൽ വരുത്തലാണ് കുക്കർ ബിരിയാണിക്ക്. പക്ഷേ ഇന്ന് ഞാൻ ജസ്റ്റ് എന്തോ ആ കോഴി കണ്ടപ്പോൾ എനിക്ക് വലിയ സുഖം തോന്നിയില്ല. അപ്പം ഞാനൊരു വിസിൽ വരുത്തി. പക്ഷെ നോക്കിയപ്പോൾ അത് വെന്തിട്ടില്ലേനു. പിന്നെ മനസ്സിലായത് നാടൻ കോഴിക്ക് അത്യാവശ്യം നല്ല വേവുണ്ടേനു എന്ന്. അങ്ങനെ ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് കേട്ടോ ഈ ഒരു ബിരിയാണി റെഡിയായത്. പക്ഷെ റൈസ് അടിപൊളിയേനു, നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടേനു റൈസ്.